ഗുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് 4 വർഷത്തേക്ക് വിലക്ക്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനാലാണ് നടപടി. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അനിൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടേതാണ് ഈ നടപടി വന്നിരിക്കുന്നത്. നേരത്തെ പാരീസ് ഒളിമ്പിക്സിന് തൊട്ടു മുന്നോടിയായി നടന്നുള്ള ഒരു യോഗ്യതാ മത്സരത്തിനിടെയായിരുന്നു ഉത്തേജക പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ ബജ്റംഗ് പൂനിയ നിഷേധിച്ചത്, നൽകാതിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ഈ സസ്പെൻഷൻ നടപടി ആദ്യം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ 4 വർഷത്തേക്ക് വിലക്ക് വന്നിരിക്കുന്നത്. അതായത് ഒരു താരം പരിശോധനയ്ക്ക് വിധേയനാകണം എന്നുള്ളത് ഈ കോൺട്രാക്ട് പ്രകാരം ആവശ്യമാണ്. അദ്ദേഹം അതിന് തയ്യാറാകാത്ത പക്ഷം അദ്ദേഹത്തിന് 4 വർഷത്തേക്ക് വിലക്കും, അതായത് താരം എന്ന തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ പരിശീലകൻ എന്ന തരത്തിലെങ്കിലും ആവുന്നതിന് പോലും ഈ വിലക്ക് നടപടി ഉള്ളതാണ്. ഇതിനകത്ത് വലിയ ഈ പരിശോധനയിൽ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഈ തന്നെ അയോഗ്യനാക്കാൻ, പല കാര്യങ്ങളുടെയും പുറത്ത് തന്നെ അയോഗ്യനാക്കാൻ മനഃപൂർവ്വം കരുതിക്കുട്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് പരിശോധനയ്ക്ക് തയ്യാറാവാത്തത് എന്നുള്ള ഒരു മറുപടിയാണ് അന്ന് ബജ്റംഗ് പൂനിയ നൽകിയത്. അദ്ദേഹം സമീപകാലത്ത് കോൺഗ്രസിൽ ചേരുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ പോലും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ഒരു സമരമൊക്കെ നടത്തിയിരുന്നു. ഒരുപക്ഷെ വലിയ രീതിയിൽ സമരമൊക്കെ തന്നെ മുന്നേറി ലാത്തി ചാർജിലൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാഡയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. രാഷ്ട്രീയമായി അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒരുപക്ഷെ ചർച്ച പോകാൻ കാരണമുണ്ട്. എന്തായാലും വലിയ തിരിച്ചടിയാണ് മുമ്പ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്നുള്ള ഈ താരത്തിനുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ എന്തായാലും അപ്പീൽ പോകുന്ന നടപടികളിലേക്ക് അടക്കം ബജ്റംഗ് പൂനിയ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കീർത്തന. ശരി, അനിൽ വാസുദേവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.